ഹലോ, അസ്സലാമലൈക്കും. ഇന്നും ഒരു അടിപൊളി നല്ല ഹെൽത്തിയായ ഉപ്പേരി റെസിപ്പിയാണ്, തോര റെസിപ്പിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്താ ഇപ്പൊ കുറെ ആയിട്ട് നാടൻ തന്നെയാണല്ലോ ചെയ്യുന്നത്, അറബിക്കില്ല, ഒന്നുമില്ലല്ലോ, നോൺ വെജ് ഒന്നുമില്ലല്ലോ. കാരണം നാട്ടിൽ നിന്ന് വന്ന സമയത്ത് നാട്ടിലുണ്ടാക്കി ഇഷ്ടം പോലെ നല്ല തനി നാടൻ ഫ്രഷ് ഓർഗാനിക് ഐറ്റംസ് കുറെ കൊണ്ടുവന്നുണ്ടായി. ഇതൊന്നും പിന്നെ കിട്ടത്തില്ലല്ലോ, ഇപ്പൊ അല്ലേ കുറച്ച് സമയത്തല്ലേ നമ്മുടെ അടുത്ത് ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് തന്നെ അത് തീരുന്നവരെ അത് വെച്ചിട്ട് വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ കിട്ടും, എന്നാലും ഈ ഒരു ഓർഗാനിക് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ, ഇത് വീട്ടിലുണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ചായിട്ട് ഇതന്നെ കാണിക്കുന്നത് കേട്ടോ. ഇൻഷാല്ലാ മറ്റുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇത് നല്ല പപ്പായ ഉപ്പേരിയാണ്. അത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലല്ല ഉണ്ടാക്കുന്നത്, വ്യത്യസ്തമായിട്ട് രീതിയിൽ നല്ല അടിപൊളി വ്യത്യസ്ത രുചിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. നമ്മുടെ അടിപൊളി തോരൻ ഉണ്ടാക്കാൻ, അതായത് ഉപ്പേരി ഉണ്ടാക്കാൻ. എന്തുപ്പേരി? പപ്പായ, റോ പപ്പായ. അതായത് നമ്മളവിടെ പല പേരിൽ അറിയപ്പെടും അല്ലേ. കപ്ലങ്ങ പറയും, കർമൂസ പറയും, നമ്മുടെ നാട്ടിലൊക്കെ പറയാം കർമൂസ എന്നാട്ടോ. പപ്പായ ഞാനിവിടെ ഇതുപോലാണ് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. നടുക്ക് ചീന്തി തൊലിയൊക്കെ കളഞ്ഞ് ഇതാ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള കുരുകളൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടേ. അപ്പം ഞാൻ എന്നിട്ട് ഇതുപോലെ എല്ലാവരുടെ അടുത്തും പല ടൈപ്പിലുണ്ടാകുമല്ലോ, നമ്മൾ ഉപ്പേരിക്കൊക്കെ അങ്ങനെ ഉരച്ചെടുക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ നീളത്തിൽ ചീന്തി വെച്ചാണ്. അപ്പം നല്ല ഈസിയാണല്ലോ അതുപോലെ ചെയ്തെടുക്കാൻ. അപ്പം ഇതില്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന പോലെ നടുക്ക് റൗണ്ടിൽ ഇങ്ങനെ ചീന്താണ്ട് നടുക്ക് കട്ട് ചെയ്തിട്ട് ചിരവി എടുത്താലും മതി കേട്ടോ. അപ്പോഴും ഇതേ ഒരു രൂപത്തിൽ കിട്ടും, നമുക്ക് ഈ പൂ പോലെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിരവി എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇതിന്മേൽ ഉരുതിയിട്ട് എടുക്കുക. ഞാൻ അങ്ങനെ ചെയ്യട്ടെ. ഫുൾ പപ്പായ ഇതുപോലെ ചീകി എടുത്തിട്ടുണ്ടേ. ചിരവി എടുക്കുമ്പോൾ ഇതിലും നല്ല നമ്മൾ തേങ്ങ ചിരവുന്ന പോലെ തന്നെ ആവും കേട്ടോ. നന്നായിട്ട് ചെറിയ പൂ പോലായി കിട്ടേ. അതേപോലെ ഇതിൻ്റെ കൂടെ അല്ലേ ഇപ്പം എൻ്റെ അടുത്ത് ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ക്യാരറ്റ് വേണ്ടിയവർക്ക് ക്യാരറ്റ് കൂടെ ചേർക്കട്ടോ. അപ്പം നല്ല കാണാനും നല്ല ഭംഗിക്കും, കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. രണ്ടും കൂടെ ഓറഞ്ചും ഈ ഒരു ലൈറ്റ് ഗ്രീനും എല്ലാം കൂടെ മിക്സപ്പ് ആകുമ്പോൾ ഇപ്പം ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ക്യാരറ്റ് ഇതേപോലെ തന്നെ ചീകി ചേർത്താൽ മതിയേ. ഇനിയിപ്പോൾ ഇതിങ്ങനെ പിടിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഉണ്ടില്ല, അത് നമുക്ക് ഒന്നിങ്ങനെ പിഴിഞ്ഞങ്ങ് മാറ്റാം. വെള്ളം വേണ്ട നമുക്ക്, അല്ലാണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇതുപോലെ ആക്കിയോണ്ടേ വെള്ളം നമ്മൾ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം പിഴിഞ്ഞ് മാറ്റല്ലേ, അതുപോലെ വെള്ളം ഉണ്ടോ ഇങ്ങനെ കിട്ടും. അതൊന്ന് പിഴിഞ്ഞ് മാറ്റട്ടെ. ഞാൻ വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റിയിട്ടോ. ഇതാ കണ്ടോ, ഇതിലൊന്ന് കിട്ടിയ ഇത് വേണ്ട നമുക്ക്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പിരിപിരി പോലുള്ള നല്ല ഉപ്പേരി കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു അരപ്പ് തയ്യാറാക്കാം. ഇതിനൊരു 1/4 മുറി തേങ്ങ ഉണ്ട്, തേങ്ങ ചിരവിയത്, ഒരു 3 പച്ചമുളക്, ഒരു 2-3 ചെറിയ ഉള്ളി. ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇത് മൂന്നൂടെ ഒന്ന് കറക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് പൾസിലിട്ടിട്ട് ഒതുക്കിയെടുക്കുക എന്നൊക്കെ പറയൂല നമ്മൾ, എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഒന്നാക്കിയെടുക്കട്ടെ. നമ്മൾ പച്ചമുളകും തേങ്ങയും ചെറിയ ഉള്ളി കൂടി ഒതുക്കി നമ്മൾ അരപ്പ് വട റെഡിയാണേ. ഇനി നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായി വരുന്നുണ്ട്. ഒരു സമയത്ത് നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചീകി വെച്ചിട്ട് നമ്മൾ പപ്പായ അല്ലേ അത് ചേർത്ത് കൊടുക്കണ്ടേ. കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കണ്ടേ. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലും കടുകും കരിവേപ്പിലും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ നമ്മൾ ചീകി ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒന്നൊന്ന് വെന്ത് വരട്ടെ. അതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പെരിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്നൊന്ന് അടിച്ച് വെച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉപ്പേരിയൊക്കെ നന്നായിട്ട് വെന്തുണ്ട്. ഇനി നമുക്ക് അധികം വെന്തിങ്ങനെ അരിഞ്ഞ പോലെ ആവരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. വെന്താൽ മതിയേ. അപ്പോൾ വെന്തിട്ട് ഇനി ഞാൻ നമ്മളെ നേരത്തെ തേങ്ങ അല്ലേ, തേങ്ങേൻ്റെ കൂട്ട്
അരിപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഈ തേങ്ങൻ്റെ ഈ പച്ചച്ചോയ ഒന്ന് മാറുന്ന വരെ അത്രയും മതി കേട്ടോ. പെട്ടെന്നാവും. ഒന്നൊന്ന് ചൂടായാൽ മതി തേങ്ങ. എന്ത് ഭംഗിയല്ലേ ഈ ഉപ്പേരി കാണാൻ തന്നെ. പപ്പായൻ്റെ ഉപ്പേരിയാന്നൊക്കെ ആരെങ്കിലും പറയുമോ? നല്ല ടേസ്റ്റ് കേട്ടോ. പപ്പായ കഴിക്കാത്തവർക്കൊക്കെ നല്ല ഹെൽത്ത്, എല്ലാവർക്കും അറിയാമല്ലോ പപ്പായൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ. അപ്പം ഇതുപോലൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി ചോറിന് കൊടുക്കൂ. അപ്പം എല്ലാവരും കഴിക്കൂ. ഉപ്പേരി റെഡിയാണ്. ഞാൻ തീ ഓഫ് ചെയ്ത്, ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് കൂടെ ചേർക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു കളറും കൂടെ വരും. ഇതിൻ്റെ കൂടെ ഓറഞ്ച് കളർ കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.